ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് BJT, NPN, PNP, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ, അങ്ങനെ ഈ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷനിലും വരുന്ന കറന്റ് ഗെയിൻ, അതായത് കറന്റ് ഗെയിൻ ആൽഫ, ബീറ്റ, ഗാമ, ഇത് തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അതൊരു 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. 3 ടെർമിനൽസ് ആണ് നമുക്ക് BJTക്ക് ഉള്ളത്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്. ഏതൊക്കെയാണ് ടെർമിനൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. സോ എമിറ്ററും ബേസും കളക്ടറും ആണ് ആ 3 ടെർമിനൽസ്. സോ ബേസിക്കലി BJT എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, 2 PN ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ ആണ് ബേസിക്കലി BJT എന്ന് പറയുന്നത്. 2 PN ജംഗ്ഷൻ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ BJT എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ 3 ടെർമിനൽ ഡിവൈസ്. അപ്പൊ 2 PN ജംഗ്ഷൻ ഉണ്ട് അതിന്. ഇറ്റ് ഹാസ് 2 PN ജംഗ്ഷൻ. മെയിൻലി നമ്മൾ ഇത് ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് വീക്ക് സിഗ്നൽസിനെ സ്ട്രോങ് സിഗ്നൽസ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആംപ്ലിഫയർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആംപ്ലിഫിക്കേഷൻ. സോ ആ ഒരു ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് നമ്മുടെ BJT എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾ ഡിവൈസ്. അതൊരു കറന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് ഇതിന്റെ കേസിൽ നമ്മളുടെ കറന്റ് തമ്മിലുള്ള റിലേഷൻ IC is equal to beta into IB. സോ IC is equal to beta into IB. സോ ഔട്ട്പുട്ട് ടെർമിനലിലുള്ള കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇൻപുട്ട് ടെർമിനൽ ആയിട്ടുള്ള ബേസിലുള്ള കറന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾഡ് ഡിവൈസ്. സോ ഇറ്റ് ഈസ് എ കറന്റ് കൺട്രോൾഡ് കറന്റ് സോഴ്സ് ആണ്. സോ ഔട്ട്പുട്ട് കറന്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഇൻപുട്ടിൽ വരുന്ന കറന്റ് ആണ്. And it is a bipolar device. Bipolar junction transistor എന്നാണ് ഇതിനെ പറയുന്നത്. ബൈപോളാർ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കറന്റ് ഈസ് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. അതായത് ഇലക്ട്രോണും ഹോളും രണ്ടിന്റെയും മൂവ്മെന്റ് കൊണ്ടാണ് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂണിപോളാർ FET ഒക്കെ എന്താണ്? യൂണിപോളാർ ആണ്. FETയിൽ കറന്റ് ഈസ് ഡ്യൂ ടു ഓൺലി 1 ടൈപ്പ് ഓഫ് കാരിയർ. അതായത് മെജോറിറ്റി കാരിയേഴ്സ് മാത്രമാണ് FETയിൽ അല്ലെങ്കിൽ യൂണിപോളാർ ഡിവൈസിൽ കറന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ BJTയിൽ കറന്റ് ഈസ് ഡ്യൂ ടു ബോത്ത് ഇലക്ട്രോൺസ് and holes. So it is a bipolar device. അതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു, സ്വിച്ച് ആയിട്ടും ആംപ്ലിഫയർ ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് BJTയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് BJT അതിന്റെ സിമ്പിൾ ആണ്. സോ മെയിൻലി BJT 2 ടൈപ്സ് ആണുള്ളത്, PNPയും NPNും. ഓക്കെ, സോ നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്, PNP ആൻഡ് NPN. PNP ആൻഡ് NPN. അപ്പോ ആ 2 ടൈപ്സും അതിന്റെ സിംബൽസും ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം 3 ടെർമിനൽസ് ആണുള്ളത്, എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, സോ PNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ എന്ന് പറയുന്നത് P ആയിരിക്കും, ബേസ് എന്ന് പറയുന്നത് N ആയിരിക്കും, ദെൻ കളക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അഗെയിൻ P ആയിരിക്കും. സോ PNP. അതിന്റെ സിമ്പൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ അതിന്റെ സിമ്പലിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എമിറ്റർ ടെർമിനലിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആരോ കാണാം. ആരോ ഈസ് ഇൻവേർട്സ്, ഉള്ളിലേക്കാണ് ആരോ. So this arrow indicates the direction of emitter current. So this arrow indicates the direction of emitter current. ഇത് ഏത് കറന്റിന്റെ ഡയറക്ഷൻ ആണ്? എമിറ്റർ കറന്റിന്റെ ഡയറക്ഷൻ ആണ് ഈ ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ PNPയിൽ Pയിൽ നിന്ന് Nലേക്ക് ഹോൾസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹോൾസിന്റെ അതേ ഡയറക്ഷനിലാണ്. സോ P to N, എമിറ്റർ ടു ബേസ് ഡയറക്ഷനിലാണ് കറന്റ്, എമിറ്റർ കറന്റ് വരുന്നത്. സോ ആരോ വിൽ ബി ഇൻവേർട്സ്. ആരോ എങ്ങോട്ടായിരിക്കും? ഇൻവേർട്സ് ആയിരിക്കും. ഇനി NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ, NPN ട്രാൻസിസ്റ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ NPNൽ എമിറ്റർ എന്ന് പറയുന്നത് N ആയിരിക്കും. എമിറ്റർ ഈസ് N, ബേസ് ഈസ് P ആൻഡ് അഗെയിൻ കളക്ടർ ഈസ് N. ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾ ആരോ നോക്കിയേ, ആരോ ഈസ് ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് ആരോ വരുന്നത്. എമിറ്റർ കറന്റിന്റെ ഡയറക്ഷൻ തന്നെയാണ് ഈ ഒരു ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ കറന്റ് ഈസ് ഔട്ട്വേർഡ്, പുറത്തേക്കാണ്. അതിനുള്ള റീസൺ എന്താ വെച്ചാൽ
എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് ബേസിലേക്ക് മൂവ് ചെയ്യും. സോ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ഫ്രം എമിറ്റർ ടു ബേസ് ആണ്. സോ കറണ്ടിന്റെ ഡയറക്ഷൻ ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രോൺ മൂവ്മെന്റ് ഡയറക്ഷൻ. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് കറണ്ട്. അപ്പൊ ബേസിൽ നിന്ന് എമിറ്ററിലേക്ക് ആയിരിക്കും കറണ്ട് ഫ്ലോ വരുന്നത്. സോ കറണ്ട് ഈസ് ഔട്ട്വേർഡ്സ് ആയിരിക്കും NPNന്റെ കേസിൽ. സോ ആ ഒരു ആരോ നോക്കിയിട്ട് നിങ്ങൾക്ക് NPN ആണോ PNP ആണോ എന്നുള്ളത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. PNP ആകുമ്പോൾ ആരോ ഇൻവേർട്സ് ആയിരിക്കും, NPN ആകുമ്പോൾ എന്തായിരിക്കും, ആരോ പുറത്തേക്കായിരിക്കും. അപ്പൊ ഇതിൽ 3 ടെർമിനൽസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ ഈ 3 ടെർമിനൽസും ഡോപ്പിംഗ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിലും സൈസ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഒരേപോലെ അല്ല. സോ ആ ഒരു കമ്പാരിസണും കൂടെ നമുക്ക് നോക്കാം. സോ നമ്മൾ ഈ ഒരു 3 ടെർമിനൽസിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സൈസ് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളക്ടറിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ഏതിനാണ്? കളക്ടറിനാണ്. ദെൻ എമിറ്ററിനാണ്. ഏറ്റവും സൈസ് കുറവ് ഏതാണ്? ബേസ് ആണ് വരിക. സോ ഇൻ ടേംസ് ഓഫ് സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് സൈസ് ഏതാണ്? കളക്ടർ ആണ്. ദെൻ എമിറ്റർ ആണ്. ഏറ്റവും കുറവ് സൈസ് ഏതാണ്? ബേസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. കളക്ടറിന്റെ സൈസ് ആണ് ഏറ്റവും കൂടുതൽ, ബിക്കോസ് ഇറ്റ് ഹാസ് ടു കളക്ട്. അതായത് എമിറ്ററിന് ഇഞ്ചക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ആരാ കളക്ട് ചെയ്യുക? കളക്ടറിലാണ് കളക്ട് ചെയ്യുന്നത്. സോ കളക്ടറിന്റെ സൈസ് ഏറ്റവും മാക്സിമം ആണ്. ഇതിനേക്കാൾ കുറച്ച് കുറവാണ് എമിറ്റർ. ഏറ്റവും സൈസ് കുറവുള്ളത് ഏതാണ്? ബേസ് ആണ്. ഓക്കെ, ഇത് സൈസിന്റെ കേസിൽ. ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ഡോപ്പിംഗ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡോപ്പിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് ചെയ്യുന്നത് ഏത് സെക്ഷനാണ്? എമിറ്റർ ആണ് ഹെവിലി ഡോപ്ഡ്. അതിനെ എമിറ്റ് ചെയ്യണം. അപ്പൊ എമിറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ഡോപ്പിംഗ് റേഷ്യോ കൂടുതലായിരിക്കണം. സോ ഏറ്റവും കൂടുതൽ ഡോപ്പിംഗ് ഉള്ളത് എമിറ്റർ, ദെൻ കളക്ടർ. ഏറ്റവും കുറവ് ഡോപ്പിംഗ് ആണ് ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. സോ ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. സോ ഡോപ്പിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ എമിറ്റർ ആണ് ഏറ്റവും കൂടുതൽ, ദെൻ കളക്ടർ. ഏറ്റവും കുറവ് എന്താണ്? ബേസ്. സോ ഈ ഒരു ഡോപ്പിംഗ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ സൈസ് വെച്ചിട്ട് ഈ 3 ടെർമിനൽസ് തമ്മിലുള്ള ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ നമ്മൾ 2 ടൈപ്സും അതിന്റെ സിമ്പലും നോക്കി. സോ ഈ ഒരു കറന്റ് റിലേഷൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 3 ടെർമിനൽസ് ഉണ്ട്. 3 ടെർമിനൽസിലും 3 കറണ്ട് ഉണ്ട്. എമിറ്ററിലുള്ള കറണ്ട് ആണ് എമിറ്റർ കറണ്ട്, ബേസിലുള്ള കറണ്ട് ആണ് ബേസ് കറണ്ട് IB, കളക്ടറിലുള്ള കറണ്ട് ആണ് കളക്ടർ കറണ്ട് IC. സോ ദ കറണ്ട് റിലേഷൻ ഇൻ ദ കേസ് ഓഫ് BJT എന്ന് പറയുന്നത്, BJTയുടെ കേസിലുള്ള കറണ്ട് റിലേഷൻ എന്താണ്? I is equal to IB plus IC ആണ്. I is equal to IB plus IC ആണ്. സോ ലാർജസ്റ്റ് കറണ്ട് ഏതാണ്? എമിറ്റർ കറണ്ട് ആണ്. ദെൻ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് കളക്ടർ ആണ്. ഏറ്റവും സ്മോളസ്റ്റ് കറണ്ട് ആണ് ബേസ് കറണ്ട്. സോ നമ്മൾ എമിറ്റർ കറണ്ടും കളക്ടർ കറണ്ടും എന്ന് പറയുന്നത് ഏകദേശം ഒരു മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും. ബേസ് കറണ്ട് എന്ന് പറയുന്നത് മൈക്രോ അല്ലെങ്കിൽ നാനോ ആംബിയറിലായിരിക്കും. സോ ഈ കറണ്ട് വളരെ നെഗ്ലിജിബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റർ കറണ്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി കളക്ടർ കറണ്ട് എന്നൊക്കെ നമ്മൾ അസംഷൻസ് എടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് കറണ്ട് റിലേഷൻ. I is equal to IB plus IC എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ഞാൻ ആൾറെഡി പറഞ്ഞു. സോ 3 റീജിയൻസ് ആണെന്ന് പറഞ്ഞു. സോ ഫസ്റ്റ് നമുക്ക് NPN നോക്കാം. സോ ദിസ് ഈസ് NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത്. സോ NPNന്റെ സ്ട്രക്ചർ നോക്കാം. സോ NPNല് എമിറ്റർ എന്തായിരിക്കും? N ആയിരിക്കും. ബേസ് എന്തായിരിക്കും? P ആയിരിക്കും. കളക്ടർ എന്തായിരിക്കും? N ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ 2 ജംഗ്ഷൻസ് ആണ് ഉള്ളത്. ഏതൊക്കെ തമ്മിലാണ് ജംഗ്ഷൻ ഉള്ളത്? എമിറ്ററിന്റെയും ബേസിന്റെയും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. എമിറ്ററും ബേസും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. അതിനെ J1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബേസിന്റെയും കളക്ടറിന്റെയും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. ബേസിന്റെയും കളക്ടറിന്റെയും ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഉണ്ട്. അതിനെ J2 എന്നും ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ 2 ജംഗ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, സോ 2 ജംഗ്ഷൻസ് അവിടെ ഉണ്ട്. സോ ഞാൻ ആൾറെഡി പറഞ്ഞു ഇതിനെ 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ആക്കാന്ന് പറഞ്ഞു. സോ ഞാൻ ആ ഒരു ഡയഗ്രാം കൂടെ വരയ്ക്കാം. സോ 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഈ 2 ജംഗ്ഷൻസിനെ വരയ്ക്കാം. സോ ഇവിടെ ഒരു NP, ഇവിടെ ഒരു PN. സോ ദിസ് ഈസ് NP ആൻഡ് ദിസ് ഈസ് PN. സോ 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്ട്രക്ചർ വന്നത്. സോ ദിസ് ഈസ് NPN ആണ്. NPNന്റെ 3 ടെർമിനൽസും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ സിമ്പൽ കാണിച്ചിട്ടുണ്ട്. എമിറ്റർ കറന്റ് ഔട്ട്വേർഡ്സ് ആണ് എന്നുള്ളതും നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി PNP ആണെങ്കിൽ എമിറ്റർ എന്തായിരിക്കും? P ആയിരിക്കും. ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? N ആയിരിക്കും. അതുപോലെ തന്നെ കളക്ടർ എന്ന് പറയുന്നത് അഗൈൻ എന്തായിരിക്കും? P ആയിരിക്കും. ഓക്കെ, ഇവിടെ 2 ജംഗ്ഷൻ ഉണ്ട്. എമിറ്ററിന്റെയും ബേസിന്റെ ഇടയിൽ ഒരു ജംഗ്ഷൻ, ദാറ്റ് ഈസ് J1.
അതുപോലെ തന്നെ ബേസിന്റെയും കളക്ടറിന്റെയും ഇടയിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് J2. 2 ജംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെയും 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് എന്നുള്ള ഒരു അനലോഗി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ PN ഉം അവിടെ NP. സോ PN, then ഇവിടെ NP ആണ് വരുന്നത്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് P, ദിസ് ഈസ് N, and this is N, and this is P. So 2 ഡയോഡ് ബാക്ക് ടു ബാക്ക് ആയിട്ട്. സോ ഇതാണ് PNP സ്ട്രക്ചർ. അവിടെയും സിമ്പലും അതിന്റെ ഇതും കാണിച്ചിട്ടുണ്ട്. സോ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേർട്സ് ആണ്. PNPയുടെ കേസിൽ IE എന്ന് പറയുന്നത് ഇൻവേർട്സ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മെയിൻ ആയിട്ട് 2 ആപ്ലിക്കേഷൻസിനാണ് BJT യൂസ് ചെയ്യുക. സ്വിച്ച് ആയിട്ടും യൂസ് ചെയ്യാം, ആംപ്ലിഫയർ ആയിട്ടും യൂസ് ചെയ്യാം. സോ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു വീക്ക് സിഗ്നലിനെ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് നമുക്കൊരു സ്ട്രോങ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് ബേസിക്കലി ആംപ്ലിഫയർ എന്ന് പറയുന്നത്. സോ ആംപ്ലിഫയറിന് ഒരു ഇൻപുട്ടും ഉണ്ടാവും, ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും, അല്ലേ? സോ ഇൻപുട്ടിന് എത്ര ടെർമിനൽസ് ഉണ്ടാവും? 2 ടെർമിനൽസ് ഇൻപുട്ടിന് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനും എത്ര ടെർമിനൽ വേണം? 2 ടെർമിനൽ വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എ 2 പോർട്ട് നെറ്റ്വർക്ക്. ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. ഒരു ഇൻപുട്ട് പോർട്ട്, അവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കും, 2 ടെർമിനൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ട് പോർട്ട്, അവിടെ നമ്മൾ ഔട്ട്പുട്ട് എടുക്കും, അവിടെയും 2 ടെർമിനൽസ് ഉണ്ട്. സോ ടോട്ടലി നമുക്ക് എത്ര ടെർമിനൽസ് വേണം? 4 ടെർമിനൽസ് വേണം ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മളൊരു BJT വെച്ചിട്ടാണ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. BJT എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് എത്ര ടെർമിനൽസ് ആണ് ഉള്ളത്? 3 ടെർമിനൽസ് ആണ് ഉള്ളത്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. സോ ഈ ഒരു 3 ടെർമിനൽസ് ഉള്ള BJT വെച്ചിട്ട് നമുക്ക് 4 ടെർമിനൽ ആയിട്ടുള്ള ആംപ്ലിഫയർ ആപ്ലിക്കേഷൻസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 3 ടെർമിനൽസിനെ 4 ആക്കണം എന്നുണ്ടെങ്കിൽ 1 ടെർമിനൽ, ഏതെങ്കിലും ഒരു ടെർമിനൽ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെക്കും. സോ അതുകൊണ്ടാണ് 3 കോൺഫിഗറേഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇഫ് എമിറ്റർ ഈസ് കോമൺ to both input and output, then it is common emitter configuration. Base ആണ് common എങ്കിൽ common base configuration. Collector ആണ് common എങ്കിൽ it is common collector configuration. So 3 configurations നമ്മൾ പഠിക്കുന്നുണ്ട്. Common base configuration അല്ലെങ്കിൽ common base mode CB എന്ന് പറയും. Common emitter എന്ന് പറഞ്ഞാൽ CE ആണ്. Common collector എന്ന് പറഞ്ഞാൽ CC ആണ്. അപ്പോൾ ഇത് 3 ഫോം ചെയ്യാനുള്ള റീസൺ ആണ് ഞാൻ പറഞ്ഞത്. 3 ടെർമിനൽസിനെ നമുക്ക് 4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെർമിനൽ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെക്കുന്നു. ഏത് ടെർമിനലാണോ കോമൺ ആക്കി വെക്കുന്നത് അതാണ് കോൺഫിഗറേഷൻ. എമിറ്റർ ആണ് കോമൺ എങ്കിൽ കോമൺ എമിറ്റർ, ബേസ് ആണ് കോമൺ എങ്കിൽ കോമൺ ബേസ്, കളക്ടർ ആണ് കോമൺ എങ്കിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. സോ ആ 3 കോൺഫിഗറേഷൻസും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കേസ് ഇതെന്ന് പറയുന്നത് കോമൺ ബേസ് ആണ്. കോമൺ ബേസ്. സോ കോമൺ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ ബേസ്. ബേസ് ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ് ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് സൈഡ്. സോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഏതാണ്? ബേസ് ആണ്. സോ എമിറ്റർ ആണ് നമ്മുടെ ഇൻപുട്ട് വരുന്നത്. എമിറ്റർ ആണ് ഇൻപുട്ട്, കളക്ടറിന് ഔട്ട്പുട്ട് എടുക്കും. സോ കോമൺ ബേസിൽ ബേസ് കോമൺ, എമിറ്ററിൽ ഇൻപുട്ട്, കളക്ടറിൽ എന്താണ്? ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് കറണ്ട് ഏതാണ്? കളക്ടർ കറണ്ട് ആണ് ഔട്ട്പുട്ട് കറണ്ട്. കളക്ടർ കറണ്ട് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ IC ആൻഡ് ഇൻപുട്ട് കറണ്ട് ഏതാണ്? എമിറ്റർ കറണ്ട് ആണ് ഇൻപുട്ട് കറണ്ട്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ IE. അപ്പൊ ആ കറണ്ടിന്റെ ഡയറക്ഷന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ആണ്. സോ കോമൺ എമിറ്റർ മീൻസ് എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇതാണ് നമ്മുടെ എമിറ്റർ എന്ന് പറയുന്നത്. സോ എമിറ്ററിനെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെച്ചു. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് സെക്ഷൻ. സോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഏതുണ്ട്? എമിറ്റർ ഉണ്ട്. സോ എമിറ്റർ കോമൺ ആക്കി വെച്ചു. ഇൻപുട്ട് എന്ന് പറയുന്നത് ഏത് ടെർമിനലാണ്? ബേസ് ടെർമിനലാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏത് ടെർമിനലാണ്? കളക്ടർ ആണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് ടെർമിനൽ ബേസ് ആയതുകൊണ്ട് ഇൻപുട്ട് കറണ്ട് ഏതായിരിക്കും? IB ആയിരിക്കും ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് ടെർമിനൽ കളക്ടർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് കറണ്ട് ഏതായിരിക്കും? IC ആയിരിക്കും ഔട്ട്പുട്ട് കറണ്ട്. ആ കറണ്ടിന്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, IE = IB + IC. ആ ഒരു റിലേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മൾ NPN ട്രാൻസിസ്റ്റർ എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആരോ നോക്കാം, ആരോ പുറത്തേക്കാണ്. ഓക്കെ, സോ ആരോ ഈസ് ഔട്ട്വേർഡ്. ആരോ ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ NPN ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രത്തിൽ നമുക്കത് PNP എടുക്കാം. ഓക്കെ, ദെൻ കോമൺ കളക്ടർ. കോമൺ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? കളക്ടർ ഈസ് കോമൺ ടു
ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഏതുണ്ട്? കളക്ടർ ഉണ്ട്. സോ ദിസ് ഈസ് കളക്ടർ. സോ കളക്ടർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈഡ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സൈഡ്. സോ കളക്ടർ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആക്കി വെച്ചു. സോ അതാണ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. കോമൺ കളക്ടറിൽ ബേസ് ആണ് ഇൻപുട്ട്. സോ ബേസ് ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ദെൻ കോമൺ കളക്ടറിൽ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എമിറ്ററിൽ നിന്നാണ്. സോ ദിസ് ഈസ് അവർ ഔട്ട്പുട്ട്. എമിറ്ററിൽ നിന്നാണ്, ഇത് കളക്ടർ അല്ല, സോറി, ദിസ് ഈസ് എമിറ്റർ. സോ എമിറ്ററിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ കോമൺ കളക്ടറിന്റെ വേറൊരു പേരാണ് എമിറ്റർ ഫോളോവർ. കോമൺ കളക്ടർ ഈസ് ഓൾസോ നോൺ ആസ് എമിറ്റർ ഫോളോവർ ബിക്കോസ് ഇൻപുട്ടിൽ കൊടുക്കുന്നത് എവിടെ ഫോളോ ചെയ്യും? എമിറ്ററിൽ ഫോളോ ചെയ്യും. ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ ഒക്കെ എന്താണ്? അപ്രോക്സിമേറ്റ്ലി 1 ആണ് വരുന്നത് കോമൺ കളക്ടറിന്റെ കേസിൽ. സോ കോമൺ കളക്ടറിൽ ഇൻപുട്ട് ബേസിൽ, ഔട്ട്പുട്ട് എമിറ്ററിൽ, കളക്ടർ എന്താണ്? കോമൺ ആണ്. കറണ്ടിന്റെ ഡയറക്ഷനും അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് 3 മോഡ്സ് എന്ന് പറയുന്നത്, 3 കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ എമിറ്റർ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ബിക്കോസ് പവർ ഗെയിൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. സോ വോൾട്ടേജ് ഗെയിനും കറന്റ് ഗെയിനും ഇതിന്റെ രണ്ടിന്റെ പ്രൊഡക്റ്റ് ആണ് പവർ ഗെയിൻ. സോ ഏറ്റവും കൂടുതൽ പവർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, സോ ഇതിന്റെ വോൾട്ടേജ് ഗെയിൻസ് 3 കോൺഫിഗറേഷനും ഡിഫറെന്റ് വാല്യൂസ് ആണ്. കറന്റ് ഗെയിൻസ് 3 കോൺഫിഗറേഷനും ഡിഫറെന്റ് വാല്യൂസ് ആണ്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കറന്റ് ഗെയിൻസ്, ഈ 3 കോൺഫിഗറേഷൻ്റെ ഈ കേസിലുള്ള കറന്റ് ഗെയിൻ തമ്മിലുള്ള റിലേഷൻ. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറന്റ് ഗെയിൻ, അതായത് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. സോ ഈ 3 കോൺഫിഗറേഷനിൽ വരുന്ന കറന്റ് ഗെയിൻസിന്റെ ഇക്വേഷൻ, അത് തമ്മിലുള്ള റിലേഷനും കൂടെ അറിഞ്ഞിരിക്കുക. സോ ഡയറക്റ്റ് റിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ കോമൺ ബേസിന്റെ കേസിൽ, കോമൺ ബേസ് എന്ന് പറയുമ്പോൾ കോമൺ ബേസിൽ ബേസ് കോമൺ ആണ്. നമ്മളിവിടെ ഡയഗ്രത്തിൽ നോക്കി, ഇതാണ് കോമൺ ബേസ് കോമൺ ആണ്. ഇൻപുട്ട് ഏതാണ്? എമിറ്ററും ഔട്ട്പുട്ട് ഏതാണ്? കളക്ടർ ആണ്. സോ കറന്റ് ഗെയിൻ ആണ് നമ്മൾ പറയുന്നത്. സോ കറന്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്, ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്. സോ കോമൺ ബേസിൽ ഔട്ട്പുട്ട് കറന്റ് ഏതാ? IC. ഇൻപുട്ട് കറന്റ് ഏതാ? IE. സോ ആൽഫയാണ് കറന്റ് ഗെയിൻ എന്ന് പറയുന്നത്. സോ ആൽഫ ഇസ് ഈക്വൽ ടു, കോമൺ ബേസിന്റെ കറന്റ് ഗെയിനിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു IC ബൈ IE ആണ്. ഔട്ട്പുട്ട് കറന്റ് IC ഡിവൈഡ് ബൈ ഇൻപുട്ട് കറന്റ് IE. നമുക്കറിയാം ICയും IEയും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആൽഫ ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ആണ് അതിന്റെ വാല്യൂ. 0.95, 0.98, 1ന്റെ അടുത്തുള്ള ഒരു വാല്യൂ ആണ് കോമൺ ബേസിന്റെ കറന്റ് ഗെയിൻ വരുന്നത്. ഇനി കോമൺ എമിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ കറന്റ് ഗെയിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ ബീറ്റ ഇസ് ദ കറന്റ് ഗെയിൻ ഫോർ കോമൺ എമിറ്റർ. സോ കോമൺ എമിറ്റർ എടുക്കുകയാണെങ്കിൽ എമിറ്റർ കോമൺ ആണ്. സോ ഔട്ട്പുട്ട് കറന്റ് ഏതാ? കളക്ടർ കറന്റ് ആണ്. ഇൻപുട്ട് കറന്റ് ഏതാ? ബേസ് കറന്റ് ആണ്. സോ IC ബൈ IB ആണ് വരിക. IC ബൈ IB, IC ഡിവൈഡ് ബൈ IB ആണ് കോമൺ എമിറ്ററിന്റെ കറന്റ് ഗെയിൻ. IC വളരെ ലാർജ് വാല്യൂ ആണ് കമ്പയർഡ് ടു IB, അതുകൊണ്ട് ബീറ്റ സിഗ്നിഫിക്കൻ്റ്ലി ഒരു ലാർജ് വാല്യൂ ആയിരിക്കും. സോ അതാണ് കോമൺ എമിറ്ററിന്റെ കറന്റ് ഗെയിൻ ബീറ്റ. ഇനി ഒരു കോൺഫിഗറേഷനും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോമൺ കളക്ടർ. സോ കോമൺ കളക്ടറിന്റെ കേസിൽ കറന്റ് ഗെയിനെ ഡിനോട്ട് ചെയ്യുന്നത് ഗാമയാണ്. സോ ഗാമ ഇസ് ദ കറന്റ് ഗെയിൻ ഫോർ കോമൺ കളക്ടർ. സോ കോമൺ കളക്ടറിൽ ഔട്ട്പുട്ട് കറന്റ് ഏതായിരിക്കും? എമിറ്റർ കറന്റ് ആയിരിക്കും. ഇൻപുട്ട് കറന്റ് ഏതായിരിക്കും? ബേസ് കറന്റ് ആയിരിക്കും. സോ IE ബൈ IB ആണ് വരിക. IE ബൈ IB ഔട്ട്പുട്ട് കറന്റ് എമിറ്റർ കറന്റ് ആയിരിക്കും. ഇൻപുട്ട് കറന്റ് ഏതായിരിക്കും? ബേസ് കറന്റ് ആയിരിക്കും. സോ IE ഡിവൈഡ് ബൈ IB ആണ് ഗാമ കോമൺ കളക്ടറിന്റെ കേസിൽ. അപ്പൊ 3 കറന്റ് ഇക്വേഷനും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഈ 3 കറന്റ് ഇക്വേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നോക്കിയേ, ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ ആൽഫ എന്തായാലും അപ്രോക്സിമേറ്റ്ലി 1 ആണ്. സോ ബീറ്റ ഗാമയാണ് ഏറ്റവും വലുത്. ഇതിലേതാ വലുത്? ബീറ്റയും ഗാമയുടെയും എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും ഡിനോമിനേറ്ററിൽ IB ആണ്. രണ്ടിന്റെയും ന്യൂമറേറ്റർ നോക്കാം, ഇവിടെ IC ആണ്, ഇവിടെ IE ആണ്. അപ്പൊ ന്യൂമറേറ്റർ വലുത് ഏതാ? IE ആണ്. അപ്പൊ ഗാമയാണ് ഏറ്റവും ലാർജസ്റ്റ് കറന്റ് ഗെയിൻ. സോ കറന്റ് ഗെയിൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ആൽഫ. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കറന്റ് ഗെയിൻ. ലാർജസ്റ്റ് കറന്റ് ഗെയിൻ ഗാമ,
ദെൻ അതിനേക്കാൾ കുറച്ച് കുറവാണ് ബീറ്റ, ഏറ്റവും സ്മോളസ്റ്റ് കറന്റ് ഗെയിൻ ആണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കാം. ഇനി ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള മാത്തമെറ്റിക്കൽ റിലേഷൻസും കൂടെ പറഞ്ഞു തരാം. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫയാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ശേഷം നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആയിരിക്കും. ആൻഡ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ ആയിരിക്കും ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആൽഫ തന്നു കഴിഞ്ഞാൽ ബീറ്റ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബീറ്റ തന്നു കഴിഞ്ഞാൽ ആൽഫ കണ്ടുപിടിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഗാമയാണ് ഏറ്റവും വലുത്. ഗാമ ഇതിനേക്കാൾ വലുതാണ്, ബീറ്റയേക്കാൾ വലുതാണ്. ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ആണ്. ഗാമ ഈസ് ഈക്വൽ ടു, അതിപ്പോ ബീറ്റ 100 ആണെങ്കിൽ ഗാമ എത്ര ആയിരിക്കും, 101 ആയിരിക്കും. സോ ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1. അപ്പൊ ഇതാണ് കറന്റ് ഗെയിനിന്റെ ഇക്വേഷൻ, കറന്റ് ഗെയിൻസ് ആൽഫ ബീറ്റ ഗാമ ഇക്വേഷൻ. ഇതിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്, ചെറുത് ഏതാണെന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക. ഇത് തമ്മിലുള്ള റിലേഷൻസ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ 1 പ്ലസ് ബീറ്റ, ആൻഡ് ഗാമ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1. അപ്പൊ ഇതാണ് 3 കോൺഫിഗറേഷന്റെ കേസിലുള്ള കറന്റ് ഗെയിൻ തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഈ ഏരിയാസ് എന്നൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനും പ്രോബ്ലംസും ആയിട്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് BJT, NPN, PNP, അതിൻ്റെ സിമ്പല്, അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ 3 കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, അതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ടെർമിനൽ, ഏത് ടെർമിനലാണ് കോമൺ, ദെൻ അതിൻ്റെ 3 കേസിലുള്ള 3 കോൺഫിഗറേഷൻ്റെ കേസിലുള്ള കറന്റ് ഗെയിൻ, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്, പിന്നെ ആ ടേംസ് തമ്മിലുള്ള ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത സെഷനിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.